ഇറാന്റെ ഈ റിലീജിയസ് ലീഡറിനെ, അവരുടെ സുപ്പീരിയർ ഹെഡിനെ, ഈ പറഞ്ഞ ഖുമൈനിയുടെ മരണം സ്ഥിരീകരിച്ചത് ഒരു പരിധിവരെ ആശ്വാസകരമാണ്. കാരണം അതുകൊണ്ട് യുദ്ധം നീണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഒരുപാട് സാധാരണക്കാരായ മനുഷ്യര് ബുദ്ധിമുട്ടത്തില്ലെന്നാണ് ഒരു ഗ്ലാഡായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു മറുവശം കൂടെ ഉണ്ട്. ഈ തുടർന്നു പോകുന്നത് കഴിവതും വേഗം യുദ്ധം തീരണം. അത് തുടർന്നു പോകുന്നത് ഒരു പക്ഷേ വീണ്ടും ഭയപ്പാടുണ്ടാക്കുന്ന വിഷയം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, അമേരിക്കയ്ക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്. അമേരിക്കയുടെ സ്ട്രെങ്ത് ഞാൻ ചോദ്യം ചെയ്യാനൊക്കാത്ത വിധം അമേരിക്ക അത് എക്സിബിറ്റ് ചെയ്യുന്നുമുണ്ട്. പക്ഷെങ്കിൽ അമേരിക്ക ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നം, അതായത് ട്രംപ് ഫേസ് ചെയ്യാൻ പോകുന്ന പ്രശ്നം മിഡ് ടേം ഇലക്ഷനാണ്. ഈ നവംബർ വരുന്ന മിഡ് ടേം ഇലക്ഷനിൽ കോൺഗ്രസ് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകും. അല്ലെങ്കിൽ ട്രംപിന്റെ പദ്ധതി അനുസരിച്ച്, അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പദ്ധതി അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ഒരു ശോഭനമായ ഒരു ഭാവി, ഒരു ഗോൾഡൻ ഏജ് ഓഫ് അമേരിക്ക ഉണ്ടാകും. പിന്നെ ഇപ്പോഴുണ്ടാകുന്ന ഈ ഒരു മിസൈൽ ആക്രമണവും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്, ഈ ഖൊമൈനി അല്ലെങ്കിൽ ഈ പറയുന്ന ഹെഡ് ലീഡേഴ്സ് പോയിട്ടും തുടരുന്നു എന്ന് പറയുന്നത്, ഇനി അവരുടെ വല്ല ക്രൂഡ് വേ ഓഫ് യുറേനിയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ ഒരു പരിപൂർണമായിട്ട് എൻട്രി ചെയ്യപ്പെടാത്തതോ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ കപ്പാസിറ്റികളോ അല്ലാത്താണെങ്കിൽ റേഡിയേഷനൊക്കെ ഉണ്ടാക്കുന്ന ഉപയോഗിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഇസ്രയേലിലോ ഒക്കെ ഇന്റർസെപ്റ്റ് ചെയ്താലും ദുരിതമുണ്ടാക്കാനും. അതുകൊണ്ടാവാം അമേരിക്ക വളരെ ശ്രദ്ധാപൂർവം സംസാരിക്കുന്നതും ഈ യുദ്ധത്തെ നേരിടുന്നതും. അപ്പം നല്ലത് ഭവിക്കട്ടെ, ഇറാനിലെ ശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അല്ല, ഓൾറെഡി അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞു അമേരിക്ക ഈസ് വില്ലിംഗ് ടു ടോക്ക്. പിന്നെ അതിനു മുമ്പ് തന്നെ ഇറാന്റെ അബ്ബാസ് അഗ്രഗാച്ചി, അവരുടെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു ഡി എസ്കലേഷൻ ആവശ്യമുണ്ട്. അപ്പം അങ്ങനൊരു സെറ്റിൽമെന്റ് ഉണ്ടാകാനുള്ള ധാരണയുണ്ട്. അതിനകത്ത് വരാൻ പോകുന്നത് ഈ പറയുന്ന ഈ ഇറാനിയൻ ഓയിലിൻ്റെ അകത്ത് അമേരിക്കയ്ക്ക് ഒരു ഡോമിനൻസ് ഉണ്ടാവുമോ ഇല്ലയോ? അത് തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പൊ ഈ പറയുന്ന അതിന്റെ ശുഭകരമായ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇറാൻ ഇന്നത്തെ ഇറാനിലെ ഈ യുദ്ധത്തിന്റെ ഒരു അന്ത്യം, അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് വെനസ്വലയിൽ സംഭവിച്ചതുപോലെ. വെനസ്വലയിലെ ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ഇപ്പോഴത്തെ അധികാരം കൈയാളുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് പെഷസ്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ഫോറിൻ മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ഉൾപ്പെട്ട ഒരു മിനിസ്റ്റർ തന്നെ അമേരിക്കയോട് രമ്യതപ്പെട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുകയും